അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. വരട്ടെ പറയുന്ന എങ്ങനെ അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അഭിനയിക്കുവോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അഭിനയിക്കാൻ ഒരു മോഹം. ഞാൻ ഈ സിനിമാക്കാരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ആളാണല്ലോ, അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആരെങ്കിലും വരും മോനെ തേടി. അങ്ങനെ പറഞ്ഞ അതെനിക്ക് ഒരു സിനിമ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നായിരുന്നു ആദ്യം, പിന്നെ അതൊരു ആഗ്രഹമായി മാറി, ചെയ്യാം എന്നുള്ളൊരു രീതിയിലായി. അപ്പൊ അങ്ങനെ കുഞ്ഞിലേ തൊട്ട് കണ്ടൊരു മുഖമാണത്. അല്ല, ഞാൻ ശരിക്കും ഒരു നടനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാര്യം എല്ലാ ഇമോഷൻസ് ഒതുക്കിയല്ലോ ഞാൻ വെക്കുന്നത്. ഞാൻ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ. അതായത് ഉള്ളിലെല്ലാം വെച്ച് പുറത്ത് സന്തോഷം കാണിച്ചു അഭിനയിക്കുക തന്നെയായിരുന്നു ഇത്രയും കാലം. ഞാനിപ്പം പാലക്കാടാണുള്ളത്. സുരേഷ് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിരുന്നു. നിഖിൽ എന്ന കുടുംബത്തെ കണ്ടിരുന്നു, നിഖിലെയും കുടുംബത്തിനെയും കണ്ടിരുന്നു. അവിടെ വെച്ച് സുരേഷ് ചേട്ടൻ ഒരു ഫോൺ കോളും ചെയ്തിരുന്നു. സുരേഷ് ചേട്ടൻ അന്ന് തന്നെ നിഖിലിന് ഉറപ്പ് കൊടുത്ത കാര്യങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. ഇനി നിഖിലിന് പല ആവശ്യങ്ങളുമുണ്ട്. സുരേഷ് ചേട്ടാ, എനിക്ക് ഒത്തിരി സന്തോഷം. നിഖിലിൻ്റെ കുടുംബത്തിൽ പോയി അമ്മയെ കണ്ടു, നിഖിലിൻ്റെ അനിയനെ കണ്ടു. ഇപ്പോൾ മറ്റൊരു മമ്മി അവിടെ വന്നിരിക്കുന്നു. ഇന്നലെ തന്നെ സുരേഷ് ചേട്ടനെ വിളിച്ചിരുന്നു. നല്ലൊരു കുടുംബം. സുരേഷ് ചേട്ടൻ ആ ചെയ്ത ഒരു നന്മ ഓർത്താണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ നന്മയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാം. കാരണം ചെക്കൻ പഠിക്കണം. അപ്പോൾ പഠിക്കുന്നതിന് നല്ല അന്തരീക്ഷം ഉണ്ടാവണം. അപ്പം കാശ് കൊടുത്തിട്ട് കാര്യമില്ല. ആ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സജഷൻ പറഞ്ഞു. പക്ഷെ എന്തോ ദൈവം അയച്ചതുപോലെ ഒരമ്മയെ തന്നെ അവർക്ക് കൊടുത്തു. ശമ്പളവും വേണ്ടാന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. പഠിച്ച് നല്ല ഫ്ലൈയിങ് കളേഴ്സിൽ പുറത്ത് വരട്ടെ. വന്നിട്ട് പിന്നെ നമ്മുടെ ഷെഫ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഷെഫ് പിള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കേറ്ററിംഗ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കട്ടെ. കാരണം ഒരു പാഷൻ ഡെവലപ്പ് ചെയ്തതല്ലേ. അപ്പം അങ്ങനെയൊക്കെ അവൻ പഠിച്ച് വലുതായി നല്ല സമ്പാദിക്കുന്ന ആളായിട്ട് ആ സമ്പാദ്യത്തിൽ നിന്ന് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞിന് നിഖിലും കൈത്താങ്ങാം. തീർച്ചയായും അതിനുള്ള ഒരു ഇന്ധനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അതിനുള്ള ഇന്ധനമാണ്. അങ്ങനെ തന്നെ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴും പറഞ്ഞത്. ഞാൻ അതിനൊരു ഇന്ധനം മാത്രമേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആഗ്രഹങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചു. സുരേഷേട്ടൻ്റെ മനസ്സലിയിച്ച ആ കഷ്ടപ്പാട് വീഡിയോ കണ്ടപ്പോൾ തന്നെയായിരിക്കും. ഇങ്ങനെ പല കുട്ടികളും ഉണ്ടാകും. പക്ഷേ ഇവൻ്റെ ഒരു കഷ്ടപ്പാട് എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അവരുടെ ഫ്രണ്ട് പറഞ്ഞ്, ചിലപ്പോൾ മോൻ പെൺകുട്ടിയാകുന്നു, എന്നുവെച്ചാൽ അമ്മയ്ക്ക് പോലും ഡ്രസ്സ് മാറാൻ കഴിവില്ല. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞ ഒരു സംഭവമായിരുന്നു. അങ്ങനെ വരെ ആകുന്നു ആ കുട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുള്ളതാണ് സുരേഷ് ചേട്ടാ. ഇനി അത് കുറേ ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞു. ഒരു സിനിമ അഭിനയം വലിയ ആഗ്രഹമല്ല, സിനിമ അഭിനയ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. സഞ്ജയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തക്ക സമയത്ത് തന്നെ അതിനുള്ള ഒരു അവസരവും വന്നിട്ടുണ്ട്. വലിയ റോളൊന്നും ആയിരിക്കത്തില്ല, എന്നാലും ഫ്ലാഷ് ബാക്ക് പോർഷനിൽ വരുന്നതാണ് വരാഹത്തിൽ. അതിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ പോയി സെറ്റപ്പ് ചെയ്ത്. തീർച്ചയായും സുരേഷ് ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയല്ലേ? അതെ അല്ലേ സുരേഷ് ചേട്ടൻ ആ പുതിയ അനൗൺസ് ചെയ്ത പടം? അതെ, അനൗൺസ് ചെയ്തല്ല, തീർന്നു. എന്റെ ഷൂട്ടിംഗ് ഇനിയിപ്പോ ബാല്യകാലങ്ങൾ എടുക്കാറുണ്ടല്ലേ? അതെ, സുരേഷ് ചേട്ടന്റെ ബാല്യകാലം എടുക്കുന്ന ആളാണ്. നവ്യയുടെ പോസ്റ്ററൊക്കെ വന്നു. അതിൽ ഒരു വേഷവും കൂടെ ഏറെക്കുറെ ഉറപ്പിച്ച് സുരേഷ് ചേട്ടൻ കൊടുക്കുന്നുണ്ട്. അതാണ് സുരേഷ് ചേട്ടൻ കാണാൻ ഇത്ര സുരേഷ് ചേട്ടനും കൂടെ ഒരു ആത്മാർത്ഥയുണ്ടല്ലോ. എന്തായാലും സുരേഷ് ചേട്ടൻ ഒത്തിരി സന്തോഷം. ഈ ഒരു വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഓൾ ദ ബെസ്റ്റ്. Come out with flying colors, Nikhil. Thank you. Okay.